മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തില് ഇഫ്താർ സംഗമം നടത്താൻ ഒരു നീക്കം നടന്നിരുന്നു. ഉം. അപ്പോ അതിൽ നിന്ന് ക്ഷേത്രം കമ്മിറ്റി ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർച്ച് 26 വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഇത് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് അതിന് ഇന്ന് വൈകിട്ട്. അതെ, അപ്പോ അതിനെതിരെ ഹിന്ദു സേവാ കേന്ദ്രം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹർജി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇഫ്താർ സംഗമം നടത്തുന്നില്ല എന്നുള്ളത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉം. ഞാൻ ചോദിക്കുന്നത്, ഈ CPM ഇപ്പോ ക്ഷേത്രം ക്ഷേത്രത്തെയും എന്താ പറയുക, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ആ, ചുവപ്പുവൽക്കരണം നടത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. അത് അത്ര ആശാസ്യകരമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മനഃപൂർവ്വമായിട്ട് ചില ലഹളകൾ അല്ലെങ്കിൽ കലാപങ്ങൾ, ചില ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഇടയിലേക്ക്, സമൂഹ മധ്യത്തിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു നീക്കമായിട്ടാണ് തോന്നുന്നത്. മാഷ് എന്താണ് അതിനെക്കുറിച്ച്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതെ പ്രജിത, രണ്ടു മൂന്ന് തരത്തിൽ ഈ ഇഷ്യൂവിനെ കാണണം. ഒന്ന്, കേരളീയ സമൂഹം പണ്ടത്തെ പോലെയല്ല. കേരളീയ സമൂഹം അതിവേഗത്തിൽ അതിവേഗത്തിൽ ഈ ഒരുതരം കമ്മ്യൂണൽ പോളറൈസേഷന് വിധേയമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റണം. അതുകൊണ്ട് പഴയ കണ്ണൂരല്ലേ ഈ ക്ഷേത്രം? അതെ, അതെ. അതെ, പഴയ കണ്ണൂർ പോലും ഇപ്പോ, പണ്ട് സി പി എംമാർ വിചാരിച്ചാൽ ഏത് ക്ഷേത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാമായിരുന്നു. ഉം. ഇപ്പൊ കണ്ണൂർ പോലും ക്ഷേത്രങ്ങൾ അതിന്റെ ഭക്തന്മാർക്കും ആരാധകർക്കും എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഏറ്റവും ചുരുങ്ങിയത് ക്ഷേത്രങ്ങൾ ഹിന്ദുവിന്റേത് എന്ന് വന്നിട്ടുണ്ട്, മതമില്ലാത്തവന്റേതല്ല, ആ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വന്ന പ്രകടമായ മാറ്റം കണ്ണൂരിലെ പാർട്ടിക്കാർക്ക് പോലും മനസ്സിലാകാൻ വൈകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. പ്രജിത ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ വീട് നിൽക്കുന്ന പിണറായി വാർഡിൽ BJP ആണ് ലീഡ് ചെയ്തത്. അതെ. ഈ ഒരു മാറ്റം, സ്വന്തം കാൽച്ചുവട്ടിൽ വരുന്ന ഈ മാറ്റം CPM-ന്റെ സാധാരണ സഖാക്കൾ ഇപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നതാണ് ഒന്ന്. രണ്ട്, എല്ലാ ക്ഷേത്ര കമ്മിറ്റികളിലേക്കും പാർട്ടി സഖാക്കളെ പറഞ്ഞു വിട്ടിട്ട് കമ്മിറ്റികളെ ഒക്കെ പാർട്ടിവൽക്കരിച്ച് കളയാം എന്ന ഒരു തീരുമാനം ഇടക്കാലത്ത് CPM എടുത്തിരുന്നു, വളരെ കൃത്യമായിട്ട് എടുത്തിരുന്നു. ഇതിന്റെ ക്ഷേ- ഭാഗമായിട്ടാണ് ആ കടയ്ക്കൽ ക്ഷേത്ര നടന്ന സംഭവം, വിപ്ലവ ഗാനങ്ങൾ വെച്ചതും ഒക്കെ. അതെ, പിന്നെ മറ്റൊരു ക്ഷേത്രത്തിലാണെങ്കിൽ ആ, അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അതെ, മുദ്രാവാക്യം വിളിക്കുന്ന ക്ഷേത്രത്തിലെ സ്ഥലത്ത് മുദ്രാവാക്യം വിളി, ക്ഷേത്രത്തിലെ കൊടിതോരണങ്ങള്, ക്ഷേത്രത്തിന്റെ ഭരണം, ഇതൊക്കെ ഒരു കാലത്ത് പാർട്ടി തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യാൻ ആളില്ലാതെ നടക്കുമായിരുന്നു. ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളോ അവരുടെ നേതാക്കന്മാരോ വ്യക്തികളോ ആയിരിക്കാം ഹൈക്കോടതിയിൽ പോയത് ഈ പ്രശ്നത്തിൽ. പക്ഷേ അവരെ പിന്തുണക്കാൻ CPM-നകത്ത് നിന്ന് തന്നെ ഈ ഹിന്ദു സാംസ്കാരിക ബോധമുള്ള വലിയ തരത്തിൽ ആളുകൾ ചേരിതിരിഞ്ഞ് നിൽക്കുന്നു എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇന്ന് നടക്കേണ്ടതാണ്. ഇന്നാണ് ആ 26-ാം അതെ. തീയതി. ഇന്ന് നടക്കേണ്ട ഒരു തീരുമാനത്തിൽ നിന്ന്, തീരുമാനത്തിനെതിരായി ആ കമ്മിറ്റിയിൽ നിന്ന് ഒരാള് ഹൈക്കോടതിയിൽ പോകുന്നു. എന്നിട്ട് ഇതാ ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മിറ്റി തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം മാറ്റുന്നു. ഈ ഗതികേടിലേക്ക് കണ്ണൂരിലെ ഒരു ക്ഷേത്ര കമ്മിറ്റിയിലെ CPM-ന് മേധാവിത്വമുള്ള ക്ഷേത്ര കമ്മിറ്റികൾ, ഭരണസമിതികളൊക്കെ മാറുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മാറുന്ന സാമൂഹ്യ ചിത്രത്തിന്റെയും രാഷ്ട്രീയ ചിത്രത്തിന്റെയും ഒരു സൂചനയാണ്. അതാണ് അതിന്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ ഇത് പൂർത്തിയാവുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോ ഒരു പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകളിൽ, നയപരിപാടികളിൽ CPM എടുത്ത പ്രകടമായ ഒരു മാറ്റമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ന്യൂനപക്ഷങ്ങളെ ആവശ്യത്തിലേറെ പ്രീണിപ്പിച്ചതിന്റെ ഫലമായി പരമ്പരാഗത ഭൂരിപക്ഷ വോട്ട് സമ്പൂർണമായി CPM-ന്റെ പെട്ടിയിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. മാത്രമല്ല, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല, അവരുടെ വോട്ടും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM വന്നിട്ടുണ്ട്. അതുകൊണ്ട് കമ്മിറ്റിയിൽ ഇഫ്താർ നടത്തിയിട്ട് 4 മുസ്ലിം വോട്ട് നേടിക്കളയാം എന്ന പഴയ ചിന്താ പദ്ധതി മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ഇഫ്താറിന് മുൻകൈ എടുത്തത്. പക്ഷെ പിന്നീട് ഞാൻ ന്യായമായി ഊഹിക്കുന്നത്, കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുഖേന
കേരളത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റി, കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി പോലും കൃത്യമായി നമ്മുടെ നിലപാട് മാറ്റം സഖാക്കളെ അറിയിച്ചിരിക്കണം. പാർട്ടിയുടെ നിലപാട് മാറ്റം. ഇനി അങ്ങോട്ട് നമ്മൾ അന്ധമായി മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കേണ്ടതില്ല. പ്രീണിപ്പിച്ചാൽ നമുക്ക് ഉള്ളതും നഷ്ടപ്പെടും. പരമ്പരാഗതമായ ഹിന്ദു വോട്ട്, പ്രത്യേകിച്ച് ഈഴവ ബെൽറ്റിന്റെ മഹാഭൂരിപക്ഷം വോട്ട് നേടിയിരുന്നത് CPM ആണ്. ഈ സവർണ നായർ വോട്ടിന്റെ ഒരു 40% നേടിയിരുന്നത് CPM ആണ്. ആ കാലം പോയി എന്നും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ചിരിക്കുന്നു സഖാക്കളെ എന്ന് കണ്ണൂരിലെ അമ്പല കമ്മിറ്റികളിൽ ഇപ്പോഴും എത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് കൂടി സന്ദേശം എത്തിക്കാൻ ഇത് കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഏതെങ്കിലും ഒരു അമ്പല കമ്മിറ്റിയിൽ ഇഫ്താർ നടത്തിക്കളയാം, ഏതെങ്കിലും ഒരു അമ്പല കമ്മിറ്റി ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് കളയാം, മതനിരപേക്ഷതയുടെ പേരിൽ അങ്ങനെ ഒരു മേലങ്കി സ്വീകരിച്ചു കളയാം എന്ന നയം ഇനി അങ്ങോട്ട് CPM സ്വീകരിക്കുകയില്ല എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഹൈക്കോടതിയിൽ ഈ തീരുമാനം എടുക്കുന്നത്, ഹൈക്കോടതിയിൽ ഡിക്ലറേഷൻ സത്യവാങ്മൂലം കൊടുക്കുന്നതും തീരുമാനം മാറ്റുന്നതും. 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മാഷിപ്പോ പറഞ്ഞ ന്യൂനപക്ഷ പ്രീണനം, ഈ പ്രീണനം വന്നത് കൊണ്ടല്ലേ സത്യത്തിൽ ഒരു ഹിന്ദു വിഭാഗത്തിന്റെ ഏകീകരണം ഉണ്ടായത്? CPM-ന്റെ ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം കൂടിയത് കൊണ്ടല്ലേ? ആണ്, യാതൊരു സംശയവുമില്ലല്ലോ. രണ്ടും ഉണ്ടായില്ല. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു, അന്ധമായി പ്രീണിപ്പിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടത്തിലെ ആത്മീയ ചൂഷണത്തിനും മതചൂഷണത്തിനും അവരുടെ രാഷ്ട്രീയ കച്ചവടത്തിനും വിദ്യാഭ്യാസ കച്ചവടത്തിനും അവരുടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതിക്കും അവരുടെ അധാർമികമായ വിശ്വാസവും മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ, ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതിനൊക്കെ എതിരായി അതിശക്തമായി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് മുസ്ലിങ്ങളും വിചാരിച്ചിരിക്കുന്നത്. അതിനു പകരം മുസ്ലിം സമുദായത്തിലെ ഏറ്റവും യാഥാസ്ഥികന്മാരായ ഈ മതപണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ പോയി. അങ്ങനെ പോയപ്പോ സത്യത്തില് ചിന്തിക്കുന്ന ചെറുപ്പക്കാര് മുസ്ലിം ന്യൂനപക്ഷത്തിനകത്തെ, മുസ്ലിങ്ങൾക്കകത്തെ വോട്ടും പോയി, അന്ധമായി ഈ മുസ്ലിം മൗലാനമാരെ പ്രീണിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഭൂരിപക്ഷത്തിന്റെ വോട്ടും പോയി. അത് രണ്ടുമാണ് ഉണ്ടായത്. പക്ഷെ CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് അറിയാൻ വൈകിപ്പോയതാണ് ഈ കണ്ണൂരിലെ ഈ ക്ഷേത്രത്തിൽ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി ഒരിക്കലും CPM അത് ആവർത്തിക്കാനിടയില്ല. എന്താണ് പറയാ, നമ്മളെന്താ സൊല്ലിടുക എന്ന് പറയില്ലേ, സുക്കൂത്ത് ഇനി ഇല്ല. ഇനി മേലാൽ ഞങ്ങൾ ഈ സമസ്ത അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് ഇങ്ങനെ ഒരു അബദ്ധം ഇനി ചെയ്യില്ല എന്ന് CPM പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി മാഷ്. ഓക്കെ.